സിനിമാ തിരക്കുകൾ കൂടിയപ്പോൾ ഉദ്ഘാടന രംഗത്ത് സജീവമായി. അതുപോലെ തന്നെ സിനിമാ തിരക്കുകൾ ഇല്ലാതായപ്പോൾ ഉദ്ഘാടന രംഗത്ത് സജീവമായി. പയ്യെ പയ്യെ സിനിമകളേക്കാൾ കൂടുതൽ അവർക്ക് ഉദ്ഘാടനങ്ങളായി. അവർ സ്വയം ഡിസൈൻ ചെയ്ത വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ഉദ്ഘാടന വേദികളിൽ പ്രത്യക്ഷപ്പെട്ടത് യുവതീ യുവാക്കൾക്ക് ഹരമായി. ഹണി റോസിൻ്റെ ഉദ്ഘാടനം ഒരു ട്രെൻഡായി തന്നെ മാറി. ഉദ്ഘാടനങ്ങളിൽ നിന്ന് കൈ നിറയെ പണവും അവർക്ക് ലഭിച്ചു തുടങ്ങി. അതോടെ സിനിമകളിലെ ചെറിയ ചെറിയ വേഷങ്ങൾ നിഷേധിച്ച് ഉദ്ഘാടനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇന്നിപ്പോൾ ഉദ്ഘാടനങ്ങളിലൂടെ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ വരുമാനമുണ്ടാക്കുന്ന നടിയായി ഹണി റോസ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. പ്രശസ്ത സംവിധായകൻ വിനയൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മലയാള സിനിമയിലെ മികച്ച നടിമാർ ഒരു വർഷം 10 സിനിമകളിൽ അഭിനയിക്കുന്നതിനേക്കാൾ വരുമാനമാണ് ഉദ്ഘാടനങ്ങളിലൂടെ ഹണി റോസിന് ലഭിക്കുന്നത്. ഇത് കണ്ട് ഇപ്പോൾ കൂടുതൽ അവസരങ്ങളില്ലാത്ത പല നടിമാരും പുതിയ പുതിയ വേഷങ്ങളിലും ഭാവങ്ങളിലും ഉദ്ഘാടന മേഖലയിൽ സജീവമാകുന്നുണ്ട്. നടി അന്ന രാജൻ തുടങ്ങിയവരൊക്കെ ഇക്കൂട്ടത്തിൽപ്പെടുന്നു. റേച്ചലാണ് ഹണി റോസിൻ്റെ റിലീസാകാനുള്ള പുതിയ ചിത്രം. ഇതിൽ ഒരു ഇറച്ചിവെട്ടുകാരിയായാണ് നടി അഭിനയിക്കുന്നത്.